വാസ്തുവിൽ പറയുന്നുണ്ട് വടക്ക് കിഴക്ക് ഭാഗത്ത് യാതൊരു തരത്തിലുള്ള നിർമ്മിതികളും പാടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വടക്ക് കിഴക്ക് ഭാഗത്തെ മറച്ചുകൊണ്ടുള്ള നിർമ്മിതികൾ വീട്ടിലേക്ക് വരുന്ന ആ കാന്തിക ഊർജ്ജത്തെ തടസ്സപ്പെടുത്തും. ഒന്ന്, വീട് വെക്കുമ്പോൾ വീട് സ്ക്വയറോ റെക്ടാങ്കിൾ ഷേപ്പിൽ എടുക്കുമ്പോൾ വടക്ക് കിഴക്ക് ഭാഗത്ത് നഷ്ടപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള നിർമ്മിതി. രണ്ട്, വടക്ക് കിഴക്ക് ഭാഗത്ത് വരുന്ന കിച്ചൺ. മൂന്ന്, വടക്ക് കിഴക്ക് ഭാഗത്ത് വരുന്ന ടോയ്ലറ്റ്. നാല്, വടക്ക് കിഴക്ക് ഭാഗത്ത് വീട്ടിന് പുറത്തു വരുന്ന സെപ്റ്റിക് ടാങ്കുകൾ, ടോയ്ലറ്റ്, മറ്റ് നിർമ്മിതികൾ. ഇതെല്ലാം നമുക്ക് വിദ്യാഭ്യാസത്തെ ബാധിക്കും. ഇന്ന് നമ്മൾ ഒരു വീട്ടിൽ വിദ്യാഭ്യാസപരമായിട്ട് ഏത് ദിക്കിന് ദോഷം വന്നാൽ അത് വിദ്യാഭ്യാസത്തെ ബാധിക്കും. അതായത് കുട്ടികളുടെ പഠനത്തിന്റെ ദിക്ക് ഏതാണ് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. ഒരു സ്ക്വയർ വരയ്ക്കുന്നു, അതിനെ നമ്മൾ കറക്റ്റ് 9 ഡിവൈഡ് ചെയ്യുന്നു, 8 ദിക്കുകൾ രേഖപ്പെടുത്തുന്നു. എന്നിട്ട് ഇത് നമ്മൾ നോക്കുന്നു, ഏത് ദിക്കിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് നോക്കുന്നു. അപ്പോൾ നമ്മൾ ഓരോ ദിക്കുകളെ പറ്റിയും പല പ്രോഗ്രാമുകളിലായിട്ട് പറഞ്ഞു വന്നു. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നോർത്ത് ഈസ്റ്റ് എന്ന് പറയുന്ന ഈശാന കോണിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഫംഗ്ഷു പ്രകാരം വടക്ക് കിഴക്ക് ഭാഗം, നോർത്ത് ഈസ്റ്റ് ഭാഗം എന്തിന്റെ ദിക്കാണ്? വിദ്യാഭ്യാസത്തിന്റെ ദിക്കാണ്. അപ്പൊ ഈ ദിക്കിൽ വന്നാക്കുന്ന തകരാറുകൾ എങ്ങനെ ബാധിക്കും? വിദ്യാഭ്യാസത്തെ ബാധിക്കും. അപ്പോൾ ഒന്നുകിൽ കുട്ടികൾ പഠിക്കത്തില്ല, അല്ലെന്നുണ്ടെങ്കിൽ അവർ പഠിച്ചാലും നമുക്കത് കൃത്യമായിട്ട് ഓർത്തെടുത്ത് എഴുതാനായിട്ട് പറ്റത്തില്ല, അല്ലെന്നുണ്ടെങ്കിൽ പല കാരണങ്ങളാൽ നമ്മുടെ വിദ്യാഭ്യാസം മുടങ്ങും, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന റിസൾട്ട് കിട്ടില്ല. ഇതിനൊക്കെ കാരണമായി വാസ്തുവിൽ അല്ലെങ്കിൽ ഫെങ്ഷുവിൽ പറയുന്നത് വടക്ക് കിഴക്കാണ്. അപ്പോൾ നിങ്ങളുടെ വീടിന്റെ വടക്ക് കിഴക്ക് എന്ന് പറയുന്ന നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് ഒരു കിച്ചൺ വന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ കേരളത്തിൽ ഭൂരിഭാഗം വീടുകളിൽ നോർത്ത് ഈസ്റ്റ് ഭാഗത്തിലാണ് കിച്ചൺ നിൽക്കുന്നത്, അത് പൊതുവെ വിദ്യാഭ്യാസ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ ഉണ്ടാക്കും. അതല്ലെങ്കിൽ വടക്ക് കിഴക്ക് ഭാഗത്ത് നമുക്ക് എന്ത് വരാം? ടോയ്ലറ്റ് വന്നാലും തടസ്സം ഉണ്ടാക്കാം, സെപ്റ്റിക് ടാങ്ക് വന്നാലും തടസ്സം ഉണ്ടാക്കാം. അതേപോലെ തന്നെ വീടിന്റെ പുറത്ത് വടക്ക് കിഴക്ക് ഭാഗത്ത് പല വീടുകളിലും നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്, നമുക്ക് വടക്ക് കിഴക്ക് ഭാഗത്താണല്ലോ കിണർ പണിയുന്നത്. അപ്പൊ കിണറിനോട് ചേർന്നിട്ട് വടക്ക് കിഴക്ക് ഭാഗത്ത് ഒരു ബാത്റൂമും ഒരു ടോയ്ലറ്റും കൂടെ പല വീടുകളിലും നമ്മൾ പണിയുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. കൂടുതലും ഒരു 10-25 വർഷങ്ങൾക്ക് മുമ്പുള്ള വീടുകളിലാണ് ഇത്തരത്തിലുള്ള നമ്മൾ കണ്ടുവരുന്നത്. അപ്പോൾ വടക്ക് കിഴക്ക് ഭാഗത്ത് കിണറുണ്ട്, കിണറിന്റെ സമീപത്തായിട്ട് ഒരു ടോയ്ലറ്റും ഒരു ബാത്റൂമുമായിട്ട് പണിയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായി എന്ത് സംഭവിച്ചു? വടക്ക് കിഴക്ക് ഭാഗം മലിനപ്പെട്ടു പോയി. അത് വിദ്യാഭ്യാസത്തെ ബാധിക്കും. മാത്രവുമല്ല, വാസ്തുവിൽ പറയുന്നുണ്ട് വടക്ക് കിഴക്ക് ഭാഗത്ത് യാതൊരു തരത്തിലുള്ള നിർമ്മിതികളും പാടില്ല എന്ന് പറയുന്നുണ്ട്. കാരണം വാസ്തുപുരുഷന്റെ ശിരസ് വരുന്നത് വടക്ക് കിഴക്ക് ഭാഗത്താണ്. അപ്പോൾ വടക്ക് കിഴക്ക് ഭാഗത്തെ മറച്ചുകൊണ്ടുള്ള നിർമ്മിതികൾ വീട്ടിലേക്ക് വരുന്ന ആ കാന്തിക ഊർജ്ജത്തെ തടസ്സപ്പെടുത്തും. നമുക്ക് പല കാര്യത്തിലും ബ്ലോക്കുകൾ ഉണ്ടാവും. വടക്കിഴക്ക് ഭാഗത്തുള്ള നിർമ്മിതികൾ എന്തായാലും അത് ഒഴിവാക്കിയാൽ തന്നെ ഒരുപാട് വ്യത്യാസങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ഈ ദിക്ക് കൊണ്ട് സാധിക്കും. അപ്പോൾ വടക്കിഴക്ക് ഭാഗം നിങ്ങൾ വളരെ സൂക്ഷിക്കുക. അപ്പോൾ നമുക്ക് വടക്കിഴക്ക് ഭാഗത്ത് എന്തൊക്കെയാണ് നമ്മൾ വിദ്യാഭ്യാസത്തിന് തടസ്സമായിട്ട് നിൽക്കുന്നത്? ഒന്ന്, വീട് വെക്കുമ്പോൾ വീട് സ്ക്വയറോ റെക്ടാങ്കിൾ ഷേപ്പിൽ എടുക്കുമ്പോൾ വടക്ക് കിഴക്ക് ഭാഗത്ത് നഷ്ടപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള നിർമ്മിതി. രണ്ട്, വടക്ക് കിഴക്ക് ഭാഗത്ത് വരുന്ന കിച്ചൺ. മൂന്ന്, വടക്ക് കിഴക്ക് ഭാഗത്ത് വരുന്ന ടോയ്ലറ്റ്. നാല്, വടക്ക് കിഴക്ക് ഭാഗത്ത് വീട്ടിന് പുറത്തു വരുന്ന സെപ്റ്റിക് ടാങ്കുകൾ, ടോയ്ലറ്റ്, മറ്റ് നിർമ്മിതികൾ. ഇതെല്ലാം നമുക്ക് വിദ്യാഭ്യാസത്തെ ബാധിക്കും. ടോയ്ലറ്റുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് പൊളിച്ചു മാറ്റാൻ പറ്റാത്ത സാഹചര്യങ്ങളാണെങ്കിൽ ഒരു 5 റോഡ് വിൻചെയും അതിനകത്ത് കൊടുത്തുകൊണ്ട് ഫംഗ്ഷനിൽ അതിന് റെമഡി പറയുന്നുണ്ട്. പൊളിച്ചു മാറ്റി എടുക്കുന്നതാണ് വസ്തുപ്രകാരം ഏറ്റവും നല്ലത്. എന്നാലും തീരെ പറ്റാത്ത സാഹചര്യങ്ങളിൽ നമുക്കൊരു 5 റോഡ് വിൻചെയും ആ ടോയ്ലറ്റിനകത്ത് ഉപയോഗിക്കാം. ഇനി നമുക്ക് എന്തൊക്കെ ടൂളുകൾ ഫംഗ്ഷൻ പ്രകാരം വടക്ക് കിഴക്ക് ഭാഗത്തിനും വിദ്യാഭ്യാസത്തിനും വേണ്ടി ഉപയോഗിക്കാം എന്ന് നോക്കാം. ഒന്ന്, ഇത് എഡ്യൂക്കേഷൻ ടവർ അഥവാ പഗോഡ ടവർ എന്ന് പറയും. ഇത് സ്റ്റഡി ടേബിളിന്റെ നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് വെക്കാം. അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? സ്വീകരണ മുറിയുടെ നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് വെക്കാം. അതേപോലെ സെയിം സ്ഥലത്ത് വെക്കാവുന്ന മറ്റൊരു ടൂളാണ് ക്രിസ്റ്റൽ ഗ്ലോബ്. ഇത് രണ്ടും വിദ്യാഭ്യാസപരമായിട്ട് നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കും. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ചെറിയ 8 ക്രിസ്റ്റൽ ബോളുകളും വിദ്യാഭ്യാസത്തിന് ഒരു ബൗളിനകത്തിട്ട് നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് വെക്കുന്നതാണ്. 2025 ഈ ഒരു റെമഡി നിങ്ങൾ ഒഴിവാക്കണം. കാരണം ഈ വർഷം 5 ആ ഭാഗത്ത് വന്നിട്ടുണ്ട്. വളരെ റിസൾട്ടുള്ള മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് ഈ ക്രിസ്റ്റൽ ആണ്. ഇത് നാച്ചുറൽ ആയിട്ടുള്ള ക്രിസ്റ്റൽസ് ആണ്. പലരും ചോദിക്കുന്നുണ്ട്, സാർ ഇത് നമ്മൾ നാള് നോക്കിയിട്ടാണോ ധരിക്കുന്നത് നോക്കുന്നത്? അല്ല, ഇത് രത്നങ്ങളുടെ വിഭാഗത്തിൽ ഉപരത്നങ്ങളിൽ വരുന്നതാണ്. അപ്പൊ ഇതുകൊണ്ട് നാള് നോക്കേണ്ട കാര്യമില്ല. ഇത് നമുക്ക് ധരിക്കുന്നത് വിദ്യാഭ്യാസപരമായിട്ട് അഭിവൃദ്ധിക്ക് നല്ലതാണ്. ഇതിന്റെ ബ്രേസ്ലെറ്റ് ഉണ്ട്, മാലയുണ്ട്, അതുപോലെ തന്നെ ഇതിൽ ചെറിയ ക്രിസ്റ്റലിന്റെ പെൻഡന്റ് ഉണ്ട്. ഇത് നമുക്ക് ലോക്കറ്റ് ആയിട്ട് ധരിക്കാം. അപ്പോൾ ഇത്തരം ടൂളുകൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് പഠിക്കാനും പഠിച്ച കാര്യങ്ങൾ കൃത്യമായിട്ട് എക്സാമിന് ഓർത്തെടുത്ത് എഴുതാനും നല്ല റിസൾട്ട് ആണ്. ഇത് നിങ്ങൾക്ക് എല്ലാം ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്തേ.